അപ്പോൾ എന്താ പ്ലാൻ? ഒന്നുമല്ല, ചെറിയൊരു സിനിമ കാണുന്നു, എവിടെയെങ്കിലും ഫുഡ് കഴിക്കുന്നു, തെണിത്തിരി നടക്കണു, തിരിച്ചു വന്നിട്ട് ഈ ചില്ലൊന്നും ശരിയാക്കാറുണ്ട്. ഇല്ല, ഞാൻ അറിയാണ്ട് തിരിച്ചു പോയി. ഞാൻ മറ്റേ സൂമോട്ട് നോക്കിയതാ, പക്ഷെ തിരിഞ്ഞു പോയി. നമ്മളൊരു ഇതുവഴി കയറാൻ പറ്റുന്നില്ല. ഇല്ല, അതിന് ആര് പറഞ്ഞു? ടിക്കറ്റ് എടുത്തൊക്കെ റേഞ്ച് ഇല്ല. അവിടെ അങ്ങോട്ട് പോയ റേഞ്ച് ഇല്ലെന്ന് കേട്ടൊരു സിനിമയ്ക്ക് വരുന്നത്. വംശനാശം സംഭവിച്ചു കഴിയുമ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഇത്രയും ലേറ്റ്. അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഒക്കെ ലേറ്റ് സ്വാഭാവികം. അങ്ങോട്ട് വാ. സിനിമ തീർന്നിട്ടുണ്ടാവും ഗൈസ്. ലേറ്റ് ആയാലും പോപ്കോണും കഴിച്ച സിനിമ കാണത്തുള്ളൂ വാശി പിടിക്കുന്ന ഒരു കെട്ടിയനുണ്ട് നിനക്ക്. ഞങ്ങൾ സിനിമ കഴിഞ്ഞിറങ്ങി, പക്ഷെ സിനിമയുടെ തുടക്കം ഭാഗത്ത് ഒരു 10-15 മിനിറ്റ് കണ്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതെന്താ ഫ്ലാഷ് ബാക്ക് എന്നല്ല, പഴയ കാലത്ത് ചെയ്തതിൻ്റെ ഒരു ഇതായിരുന്നു കാണിക്കുന്നത്. പ്രസൻറ്റിലുള്ളത് നമ്മൾ കുറച്ചെണ്ണം പത്തൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഒത്തിരി നമുക്ക് ബെസ്റ്റായ പോലെ തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സിനിമയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ജുറാസിക് പാർക്കിൽ എന്താണ് ചെയ്യാനുള്ളതെന്ന് ഞങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ട് വരികയായിരുന്നു. കാരണം ഇനി അത് ചെയ്യാനൊന്നുമില്ല. നാട്ടിൽ നിന്നുള്ള കുറച്ച് പേര് നേരെ പാർക്കിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന കഥയൊക്കെയാണ് സിനിമ. ജുറാസിക് പാർക്കിൽ. കാരണം എങ്ങനെയാണെങ്കിൽ ഇവഞ്ചലി കഥ എത്തുന്നത് അവിടെയാണ്, പാർക്കിലേ എത്തത്തുള്ളൂ. അവിടെ എത്തുന്നു ഓടിക്കുന്നു സ്ഥിര സാധനം. അതിനിടയ്ക്ക് ഇവരേതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരൊരു അല്ല സ്ഥിരം എല്ലാ ജന്യത്തുള്ള ഇവരേതെങ്കിലും ഡൈനോസറിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. അപ്പം മറ്റേ വലിയ ഡൈനോസർ വന്ന് ആ ഡൈനോസറിനെ തിന്നും. അങ്ങനെ ഒരു രക്ഷപ്പെടും. അങ്ങനെ ഡൈനോസറിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സോ ഇതാണ് വ്യൂ സിനിമാസ്. സോ വാട്ട്സ് ഓൺ നെക്സ്റ്റ് പ്ലാൻ? ഇതാണ് മാഞ്ചസ്റ്റർ പ്രിംഗ്വർക്സ്. ആൻഡ് ഇതിൽ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഫുൾ LED സ്ക്രീനാണ്. പറഞ്ഞു എന്തിനാ കിടിക്കണേ? മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞു എൻ്റെ മൂട് പോയി. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കാണാത്തവർക്ക് ഒത്തിരി വലിയ ആന സിറ്റിയൊന്നുമില്ല, അത്യാവശ്യം വലിയ സിറ്റിയാണ്. പിന്നെ അതുകൊണ്ട് കുറച്ച് ലൈവ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. അവിടെ ഈ ഒരു ഏരിയ ആണ് കോൺ എക്സ്ചേഞ്ച് പറയുന്നത്. അവിടെ കുറേ പബ്ബും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കാണാം പുറത്തുകൂടെയൊക്കെ ആൾക്കാർ വെയിലൊക്കെ കൊണ്ടിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണം. അപ്പോൾ പിന്നെ ഫുട്ബോൾ മ്യൂസിയം ഉണ്ട് കാണാം. അങ്ങനെ നമുക്ക് അങ്ങോട്ട് ചുമ്മാ പോകും. കോൺ എക്സ്ചേഞ്ച് കഴിക്കാൻ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ പിറ്റേ പോയിട്ട് അവിടെ സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്നു.
അരി എൻ്റെ തൊണ്ടയിൽ ഇരിപ്പുണ്ടെന്ന് പോവാം. Oh. മാഞ്ചസ്റ്ററിൻ്റെ സൈനായ ബി. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് മാഞ്ചസ്റ്ററിൽ ഈ ഒരു ബി. So guys, unfortunately it's closed. എപ്പോഴും തുറന്നിട്ടുണ്ടാവില്ലേ ഇതിൽ സൺഡേസിലൊക്കെ ഒരു പർട്ടിക്കുലർ ടൈമിലൊക്കെ തുറക്കുന്നത്. Yeah. Guys, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോവാണ് ഇപ്പം. And this is what we are going to show you. എന്ത്? Yes. ഇതാണ് മാഞ്ചസ്റ്റർക്ക് എത്തിയിട്ടുള്ള സൈഡിലെ ഗാന്ധിജി. നമുക്ക് അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് പിടി. മഹാത്മാ ഗാന്ധി.